ഇന്ന് ജൂൺ 7 പതിവ് വെള്ളിയാഴ്ചകൾ പോലെ ഒട്ടനേകം സിനിമകൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. 9 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഹിറ്റ്മാൻ എന്നൊരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ബ്ലാക്ക് ഔട്ട് എന്നൊരു ഹിന്ദി സിനിമ കൂടി ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദിക്ക് പുറമെ കൂടുതൽ ഭാഷകളിലും സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, തെലുഗു, കന്നഡ, ഒപ്പം ബംഗാളി, മറാത്തി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി ബ്ലാക്ക് ഔട്ട് ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഉച്ചയ്ക്ക് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ സീരീസാണ് ഹൈറാർക്കി. കൊറിയൻ സീരീസ് കൊറിയൻ ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ കൂടി നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് സ്ട്രീം ചെയ്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. വീഡിയോയിലെ 4ാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നുള്ള ബൂമർ അങ്കിൾ എന്ന സിനിമയുടേതാണ്. ചിത്രം അഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു തെലുഗു സിനിമ കൂടി ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ടെനന്റ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ തെലുഗു സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. തെലുഗു ഭാഷയിൽ മാത്രമാണ് സിനിമ നിലവിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് 105 എന്നൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഹൻസിക നായികവേഷത്തിലെത്തിയ ഈ തെലുഗു സിനിമ അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോഴത്തെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഗുള്ളക്ക് എന്നൊരു സീരീസ് കൂടി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സോണി ലിവിലൂടെ ഈ ഹിന്ദി സീരീസ് മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. മാർക്ക് ആന്റണി എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തി അത്ര വലിയ വിജയമാകാനാവാതെ പോയ വിശാല സിനിമയാണല്ലോ രത്നം. ഹരി സംവിധാനം ചെയ്ത സിനിമ ആഴ്ചകൾക്ക് മുന്നേ തമിഴ്, തെലുഗു ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമ മലയാളം, കന്നഡ ഭാഷകളിൽ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് മെഗാസ്റ്റാറിന്റെ മെഗാ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ടർബോ. വൈശാഖ് സംവിധാനം ചെയ്ത സിനിമ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു കളക്ഷനിലേക്ക് എത്തപ്പെടാനാവാതെ പോയ സിനിമയാണല്ലോ ടർബോ. ഇപ്പോഴത്തെ വേഗത്തിൽ OTT റിലീസിനായിട്ടൊരുങ്ങുകയാണ്. തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നും സമീപകാലത്തെ ആവേശം എന്ന സിനിമയുടെ മോഡലിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം 1 മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്തേക്കുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജൂൺ മാസം അവസാനത്തോടെ ആമസോൺ പ്രൈമിലൂടെ മമ്മൂട്ടി ചിത്രം ടർബോ പ്രേക്ഷകർക്ക് കാണാം. കാത്തിരിക്കാം. OTT റിലീസിനായിട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.